ഹലോ ഗൈസ്, വാട്ട്സ്ആപ്പ്. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിവേകൻ്റെ രാവിലെ തൊട്ട് അതിൻ്റെ കുറേ പരിപാടിയിലേക്ക് ആയിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്ത് അവരെല്ലാം പോയി. ലാസ്റ്റ് ഞാൻ മാത്രം ഇവിടെയായി. എല്ലാവരും പോയി. ഞാൻ വന്നപ്പോൾ എനിക്ക് പറഞ്ഞ വഴിക്ക് വണ്ടിക്ക് പണി കിട്ടി. വണ്ടിയിൽ ഒരാൾ കൊണ്ടുവന്ന് ഇതാക്കി സ്ക്രാച്ചാക്കി അങ്ങനെ കുറച്ച് ഓട്ടോ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റിൻ്റെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഓടി. ലാസ്റ്റ് ഞാനിവിടെ ഒറ്റയ്ക്കായി, അവരെല്ലാവരും പോയി ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകൻ്റെ റൂമിൽ പോവുകയാണ്. അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടി അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രം അങ്ങോട്ട് പോവാം ഗൈസ്. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളാണെന്ന്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാനങ്ങനെ ഗൈസ് അങ്ങനെ വിവേകൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് റൂമിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേക്ക് ഗൈസ്. വിവേകാന്, നാരായണുണ്ട്, ഹാഷിം ചച്ചുണ്ട്, ശങ്കരണ്ണുണ്ട്, സ്വപ്നിലുണ്ട്, ഞാനും നമ്മുടെ നാഗുബായി ഉണ്ട്. അപ്പൊ ഗായ്സ് നേരെ റൂമിലേക്ക് പോവാം. ഗായ്സ് അങ്ങനെ നമ്മൾ വന്നു, ഇവിടെ കയറി. വിവേകണ്ണും ചേച്ചിയും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കേക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ ടെസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഞാൻ അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഗായ്സ്. അപ്പോൾ നമുക്കിതാ അങ്ങനെ നമ്മുടെ ചേട്ടനും ചേച്ചി ഇവിടെ കേക്ക് കട്ട് ചെയ്യാണ് ഗൈസ്. विवेक का इंडिपेंडेंस पूरा गया आया बोलो थैंक यू आ जाओ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കേക്ക് കൊടുത്ത് ചേച്ചി ഹാപ്പിയാണ്, ചേട്ടനും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം വരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം. थैंक यू सो मच ഗൈസ്, ഒരെണ്ണം പാളിപ്പോയി. ഒരെണ്ണം അടിപൊളിയാണെന്ന് എൻ്റെ വിശ്വാസം. ഇത് ഒരെണ്ണം പാളിപ്പോകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ കൊടുത്ത സാധനം ആയതുകൊണ്ടാണ് അത് പാളിപ്പോയത്. ചെയ്ത് വന്നപ്പോൾ എല്ലാം പൊളിഞ്ഞു പോയി. അത് പ്രിൻ്റ് ചെയ്ത് കിട്ടി എല്ലാം ചെയ്ത് വന്നപ്പോൾ അത് പൊളിഞ്ഞു പോയി. ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിന് ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? അതെ. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. എന്തായാലും ഈ ഗിഫ്റ്റ് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നക്ഷത്ര കുറേ നാളത്തേക്ക് ശേഷമാണ് നമ്മുടെ വ്ളോഗിൽ വരുന്നത്. ഇത് ആരെന്നറിയാം? അപ്പോൾ ഇന്ന് ചെറുത് കളിക്കണ്ട, ചെറുത് കളിക്കണ്ട, പത്ത് അടുത്ത് വിളിച്ചോ. ചെറുത് കൊളായി പോയി. അതില് കുഞ്ഞ് അടിയിലായി പോയി. അപ്പൊ അപ്പൊ നമ്മളങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവര് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഹലോ, ഇത് ഇങ്ങനെ ലൈറ്റ് ആക്കിയതാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി. പക്ഷെ വെറൈറ്റി പൊളിഞ്ഞു പോയി. പക്ഷെ കുഞ്ഞു അടിയിലായി പോയി. പരീക്ഷിക്കണ്ടായിരുന്നു എഡിറ്റിങ്. അത് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട്.
അല്ല ഇപ്പൊ ഇനി വേണമെങ്കിൽ നമ്മൾ ഇന്നലത്തെ ബ്ലോഗ് അയച്ചു വിട്ടാൽ എടാ ഇന്നലത്തെ കുറച്ച് ഞങ്ങള് അങ്ങനെ നമ്മളൊരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും കൊടുത്ത് പിന്നെ ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ ചെയ്തതായതുകൊണ്ട് ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാളിപ്പോയി. അത് വന്നപ്പോൾ പിന്നെ അതിൻ്റെ സൈസിൽ കുറച്ച് ഡിഫറെൻ്റായി. പിന്നെ ഫോട്ടോ മുന്നോട്ടും താഴോട്ടും അതങ്ങനെ നിങ്ങൾ കണ്ടില്ലേ. എന്തായാലും നമുക്ക് അടുത്തിൽ ഇതിനേക്കാളും വലിയ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. എന്തായാലും ഞാൻ ഇന്നത്തെ എക്സ്പീരിയൻസ് കുറേ പറയാണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുറത്ത് പോയിരുന്നിട്ട് നിങ്ങളടുത്ത് പറഞ്ഞത് ഇന്നത്തെ ഗായ്സ്. അങ്ങനെ ഞാൻ റൂമിലെത്തി. അവിടുന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് വിവേകനും അനുചേച്ചിക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനിങ്ങ് റൂമിലേക്ക് വന്ന് ഇവിടെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ എന്തായിരുന്നൊക്കെയെന്ന് പറഞ്ഞുതരാം. രാവിലെ ഞാൻ ഉറക്കം കഴിച്ചുതരാം. മിക്ക ദിവസങ്ങളിൽ ഞാൻ 4 മണിക്ക് കഴിക്കും, ചില ദിവസം 6 മണിക്ക് കഴിക്കും. 4 മണിക്ക് ഞാൻ ചിലപ്പോൾ കഴിക്കും, ചില ദിവസം 6 മണിക്ക് കഴിക്കും, ചില ദിവസം 8 മണിക്ക് കഴിക്കും. അങ്ങനെ കൃത്യമായിട്ടൊരു സമയത്തിന് എഴുപ്പൊന്നുമില്ല. 6 മണിക്ക് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എൻ്റെ അമ്മച്ചി വിളിക്കും, പൊന്നമ്മച്ചി വിളിക്കും 6 മണിയാകുമ്പോൾ. മക്കളെ കഴിക്കല്ലേ പൊള്ളേ എന്ന് ചോദിക്കും. എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ ഇന്ന് പതിവ് പോലെ ഞാൻ രാവിലെ ഉറക്കമൊക്കെ എഴിച്ച് 8 മണിയായപ്പോൾ. അപ്പം ഡ്യൂട്ടി ഇന്ന് അവർ മിക്ക ദിവസങ്ങളിലും വാട്സപ്പിലാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഇട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് ലേറ്റായിട്ട് കഴിച്ചിട്ട് ഇന്ന് വിവേകേൻ്റെ ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് നേരെ ഞാൻ ഈ പറഞ്ഞ പോലെ കുളിച്ച് ഫ്രഷായിട്ട് താഴെ പോയി ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ച് എന്നിട്ട് നേരെ ശങ്കരനുമായിട്ട് സംസാരിച്ചിട്ട് നേരെ ലാസ്റ്റ് ചാൻസിൽ പോയി. നേരത്തെ എൻ്റെ മനസ്സിലുണ്ട് ഫോട്ടോ കൊടുക്കണോ എന്താ, അപ്പം അതിനുള്ള ഫ്രെയിം വേണം. 2 പിക്ചർ ഉണ്ടായിരുന്നില്ല. അതിലൊരു പിക്ചർ ഞാൻ തന്നെ ചെയ്തതാണ്, അത് കുളമായിട്ടുണ്ട്. മൊത്തത് ഗുരുവായൂരപ്പൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫോട്ടോ. അപ്പോൾ ഞാൻ ഫ്രെയിം ഒപ്പിക്കാൻ വേണ്ടി ശങ്കരനെ കൊണ്ട് ലാസ്റ്റ് ചാൻസിൽ പോയി. രാവിലെ ഒരു 9-9:30 10 മണിയാവും. അപ്പം പിന്നെ അവിടെ ഫ്രെയിം പോയിക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ ഓഫീസിൽ നിന്ന് കോൾ വന്ന്, എടാ നീ എവിടാ? ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. നീ ഡ്യൂട്ടി ഉള്ളപ്പോൾ അല്ല ഡ്യൂട്ടി ഇടാത്തപ്പോൾ ഒന്ന് സ്റ്റോറിലൊക്കെ വന്നൊന്ന് റൗണ്ട് അടിച്ചിട്ട് പോകണം. ഞാൻ പറഞ്ഞു എന്ത് അങ്ങനെ വല്ല പ്രശ്നമായത്? അല്ല അവന്മാർ ഇനി ആബ്സെൻ്റ് അടിക്കും അങ്ങനെയാണ് ഇങ്ങനെ. ശരിയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മിക്ക ദിവസങ്ങളിൽ ഞാൻ രാവിലെ പോവും, ഓഫീസിൽ പോവും, ബില്ല് ക്ലിയർ ചെയ്ത്. ഇന്നെന്തോ പോയില്ല. അപ്പം പോവാത്തൊരു ദിവസം തന്നെ അവർ വിളിക്കുകയും ചെയ്തു, നമ്മളായിട്ടൊരു ഇത് എടുത്തല്ലോ. അപ്പം ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് പിന്നെ വന്ന് ഓഫീസിൽ വന്ന് സ്റ്റോറിൽ വന്നപ്പോൾ അവിടുത്തെ ഒരു കൊണാണ്ടറുണ്ട്. അവൻ വന്നിട്ട്, നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് രാവിലെ എന്നും വന്നിട്ട് എന്നെ കാണണം, കണ്ണ് പ്രണാമം ചെയ്യണവനാണ് റൂള്. ഞാൻ ആലോചിക്കുകയും ചെയ്തു, ആനയും പേടിക്കണം, ആനത്തിൻ്റെ പിണ്ടത്തിനെയും പേടിക്കണമെന്ന് പറയുന്ന അവസ്ഥയാണ് എൻ്റെ. എന്ത് ചെയ്യാം, നമ്മുടെ സാഹചര്യം. പിന്നെ ഞാൻ വല്ലാം ഓക്കെ പോലെ. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് ഫ്രെയിം നമ്മളവിടെ പോയതിൽ ചെറിയ ഫ്രെയിമും എടുത്ത്, ഒരു A4 സൈസിൻ്റെ ഫ്രെയിമും എടുത്ത്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടി ഒരു ഫ്രെയിമും എടുത്ത്. അപ്പോൾ ഈ 2 ഫ്രെയിമും എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടാണ് ഇവൻ്റെ നിന്ന് വൈകുന്ന താളമൊക്കെ കേട്ടിട്ട് ഭ്രാന്തടിച്ച് വന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് അപ്പോഴത്തേക്ക് ഉച്ചയായി കേട്ടോ ഗൈസ്. അപ്പോൾ ഉച്ചയായി അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സാധനങ്ങൾ ഫുള്ള് എഡിറ്റ് ചെയ്ത്, ഈ ചെറിയ ഫ്രെയിമിന് A4 സൈസിൽ അത് ഫുള്ള് എഡിറ്റ് ചെയ്ത്, അതിൻ്റെ ഇടയിൽ ഫോട്ടോ ഇല്ലായിരുന്നു, ഫോട്ടോ തപ്പി എടുത്ത് എഡിറ്റ് ചെയ്ത് നേരെ സ്റ്റുഡിയോ കൊണ്ടുകൊടുത്തപ്പോൾ അതിനും വലിയ കോമഡി ആയിരുന്നു. വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ അവന് സ്റ്റുഡിയോ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് A4 ആണ്, എനിക്കിത് ഇനി ഫോട്ടോയാണ് എടുത്ത് തരണമെന്ന് പറഞ്ഞു. എൻ്റെ ഫ്രെയിമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഇതിപ്പോൾ എടുക്കാൻ. ഞാൻ പറഞ്ഞു അത്യാവശ്യമുണ്ട്, ഇത് ആനിവേഴ്സറിക്ക് കൊടുക്കാനുള്ളത് എന്നാണ്, നാളെ വിളിക്കും. ഞാൻ പറഞ്ഞു നാളെ കിട്ടിയിട്ടുണ്ട്, ഇന്നത്തെ കാര്യത്തിനല്ലേ. അപ്പോൾ നോക്കട്ടെ. എന്നിട്ട് നോക്കിയിട്ട് 30 രൂപ 30 ദിർഹംസ് ആവും കേട്ടോ. പറഞ്ഞു ഓക്കെ 30 ദിർഹംസ് ആയി. ഓക്കെ എത്ര മണിക്ക് കിട്ടും? 6 മണിയാകുമ്പോൾ റെഡിയാവും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. നമ്പർ ഓക്കെ, ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ട് പോയി. ഞാനൊരു 6 പിന്നെ ഞാൻ ആ ഉച്ച സമയത്താണ് ഞാൻ അവൻ്റെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഞാൻ ഉച്ച സമയത്ത് പിന്നെ ഈ ഇത് എഡിറ്റ് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പോയി അതിൽ സ്റ്റുഡിയോ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ചോറ് കഴിച്ചിട്ട് റൂമിൽ വന്നിരുന്ന് ഒരു 2-3 മണിയായപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ രാവിലെ ഈ ചൊറ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഇട്ട്. അപ്പം ഞാൻ ഇത് കൊണ്ട് ആ വണ്ടി എടുത്ത് ലോഡ് ചെയ്തിട്ട് നേരെ അജ്മാൻ പോവുകയാണ്. അജ്മാൻ പോയിട്ട് സംഭവം ഒരു 5-5:30 മണിയാവും. അപ്പോൾ ഈ സ്റ്റുഡിയോക്കാരൻ വിളിക്കുകയാണ്, റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് റെഡിയായ അവിടെ പോയി കളക്ട് ചെയ്യും. വേറെ ഗുദാമിൽ.
പിന്നെ എന്ത് ചെയ്യാൻ, നമ്മുടെ ആവശ്യമായി പോയില്ലേ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, ഓക്കെ ശരി താങ്ക് യു പറഞ്ഞ് ഞാൻ അവിടെ പോയി കളക്ട് ചെയ്തിട്ട് വരണ വഴിക്ക് ഞാനൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഏതോ ഒരു ആരോ വണ്ടിയുടെ സൈഡ് ഇൻഡിക്കേറ്റർ തട്ടി അത് പൊട്ടി. പിന്നെ അതിൻ്റെ പിറകെയായിരുന്നു അതിൻ്റെ പിറകെ. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞ് വേടനോട് പറഞ്ഞു ഞാൻ 7 മണിയൊക്കെ ആകുമ്പോൾ വരുമല്ലോ. അപ്പോൾ ഈ സാധനം പൊട്ടിയില്ലേ, അപ്പോൾ ഇത് വാങ്ങാൻ പോണ്ട്. അടുത്തുള്ള ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ ഭയങ്കര വില. പിന്നെ ഈ സാധനം തപ്പി ഒരു ഹോൾസെയിൽ സ്ഥലത്ത് പോയി അവിടെ പോയി എടുത്ത് കുറഞ്ഞ റേറ്റിന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞാൻ തന്നെ അത് ഫിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇവിടെ വന്നപ്പോൾ ഒരു 8 മണിയായി രാത്രി. പിന്നെ 8 മണിയായതിനു ശേഷം അപ്പോൾ ഞാൻ ഇവിടെ വന്നു. അതിന് മുന്നേ ശങ്കരണ്ണ ഒരു 2-3 കോൾ വിളിച്ചു, നീ എവിടെ? ഞാൻ എടുക്കാൻ പറ്റിയില്ല. ഈ സാധനം പൊട്ടിയതിൻ്റെ ഇതിൻ്റെ ടെൻഷനിലായിപ്പോയി ഞാൻ. എൻ്റെ മൈൻഡ് ഫുള്ളായില്ല. പോലെ 10-75 ദിർഹംസ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. അതിന് എന്തൊരു സന്തോഷമല്ലേ. പൊട്ടി എന്ത് ചെയ്യാനാ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിങ്ങനെ കുറച്ച് പണികളൊക്കെ കിട്ടും ചില ദിവസങ്ങളിൽ. അപ്പം ഞാനെന്ത് ചെയ്യും, അതൊക്കെ വലിയ അതൊക്കെ റെഡിയാക്കി ചെയ്തപ്പോൾ ടൈം കുറേ പോയി. പിന്നെ ഞാൻ ഇവിടെ വന്ന് അപ്പോൾ ശങ്കരണ്ണ നിന്നെ ഞാനൊരു 2 തവണ വിളിച്ചിരുന്നു, നീ ഫോൺ എടുക്കാൻ പറ്റില്ല, നീ എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകണ്ടേ. ഞാൻ പറഞ്ഞു ഓക്കെ പോവാം. ഞാൻ കാര്യമൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ച് സെറ്റായി. അപ്പോഴത്തേക്ക് അവർ പോയി കേക്ക് വാങ്ങാനൊക്കെ ആയിട്ട് അവർ പോയി. കേക്ക് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു. ഞാൻ ഈ ഫോട്ടോ എല്ലാം റെഡിയാക്കണതിൻ്റെ തിരക്കിൽ ആ ഫോട്ടോ വന്ന് ഞാൻ പിന്നെ വന്നിട്ടാണ് ചെറിയ A4 ഫോട്ടോ റെഡിയാക്കിയത്. വന്നിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ കുളിച്ചിട്ട് അപ്പോഴത്തേക്ക് അവർ കേക്ക് വാങ്ങാൻ പോയി. കേക്കൊക്കെ വാങ്ങിച്ച് അവർ നേരെ വേടൻ്റെ റൂമിൽ പോയി. അപ്പോൾ അവിടെ എന്തോ ഫംഗ്ഷൻ അങ്ങനെ നടക്കുകയായിരുന്നു. വേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ശങ്കറിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, കാരണം പുള്ളി ചൂടില്ല. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അതിൻ്റെ ഒരു അപ്പം പുള്ളിക്കാരനോട് പറയാൻ പറ്റില്ല. അപ്പോൾ അവരങ്ങ് പോയി. അവർ നേരെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെന്നപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. അപ്പം നേരെ നമ്മൾ വേണ്ട റൂമിൽ ഫ്ലാറ്റിൽ ചെന്നിട്ട് റൂം അടക്കണം. അവിടെ കുറേ ഫംഗ്ഷനൊക്കെ നടക്കുന്നു, കുറേ ആൾക്കാർ. അപ്പോൾ മൊത്തത്തിൽ ഒരു ചമ്മലായിരുന്നു നമുക്കെല്ലാവർക്കും. എനിക്ക് ചമ്മലില്ലായിരുന്നു, അവർക്ക് ചമ്മലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അകത്ത് കയറി. പിന്നെ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ഷോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയി. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഇന്നത്തെ ദിവസത്തിൽ 2 പണിയാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് വണ്ടി കംപ്ലൈൻ്റ് ആയി എവനോ ഒരുത്ത വഴിയെ പോയവൻ അതിൽ തട്ടി അത് പൊട്ടി. അത് ഒന്നത്തെ പണി. 2ാമത്തെ പണി രാവിലെ മോർണിംഗ് തന്നെ നമുക്ക് തെറി വിളിക്കണേന്ന് പോകാഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞില്ലേ, ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ. കാരണം നമ്മൾ ഈ 10 മണിയോ രാത്രി 11 മണി വരെ വർക്ക് ചെയ്യണവർ നോക്കത്തില്ല. നമ്മുടെ പ്ലസ് പോയിൻ്റ് ഒരു സ്ഥലത്ത് നോക്കത്തില്ല. നമ്മുടെ നെഗറ്റീവ് പോയിൻ്റ് എവിടെ കിട്ടുമോ അവിടെ അടിക്കുമ്പോൾ ടക്കന അടി വരും. അതാണ് സാഹചര്യമല്ല, അങ്ങനെയല്ലല്ലോ പറയണേ. എന്നാ പറയാനേ, അവസരം കിട്ടുമ്പം നമുക്കിട്ട് തട്ട് തരും, അങ്ങനെ പറയാം. അതാണ് സംഭവം, മനസ്സിലായില്ലേ? പറഞ്ഞ കണക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊരു പണി ഇറങ്ങണമെന്ന് ഒരുത്തം വിചാരിച്ച് കഴിഞ്ഞാൽ അവന് തരാം, മനസ്സിലാവും. ഒരു ആവശ്യമില്ല, ചുമ്മാ ഷോ. കഴിഞ്ഞ ദിവസം കൊണ്ട് എന്തോ ഒരു പ്രശ്നമായി, ഞാൻ അവനെന്തോ ഒരു സാധനം കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞാൽ അവനത് അതിനുള്ള തിരിച്ചടിച്ച് അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് രാവിലത്തെ അത് ഒരു നെഗറ്റീവ്, പിന്നെ ഈ പറഞ്ഞ കണക്ക് വണ്ടിയുടെ ഒരു നെഗറ്റീവ്. പക്ഷേ ഈ നെഗറ്റീവ് എല്ലാം രാത്രി ഞാൻ അവിടെ വേണ്ട റൂമിൽ പോയപ്പോഴും അവരുമായിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ ആ നെഗറ്റീവ് ഫുള്ള് വിട്ട്. ആ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇത് രാവിലെ നടന്ന സംഭവങ്ങളൊന്നും മൈൻഡിൽ പോലും ഇല്ല. അപ്പോൾ വേണ്ട ഹാപ്പിയായി, അനുചേച്ചി ഹാപ്പിയായി, ആനിവേഴ്സറി അടിച്ചു പൊളിച്ച്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വേണ്ട ബർത്ത്ഡേ വരണുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ ആ വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ദിവസത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ഇതേ കണക്കത്തെ വെറൈറ്റി വീഡിയോകളുമായിട്ട് നമ്മൾ പറഞ്ഞതിന് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഞാനിവിടെ നിന്ന് പുറത്ത് നിന്ന് വിയർത്ത് ആകെ ഷോക്കായിട്ടുണ്ട്, കണ്ടോ? ഭയങ്കര ചൂടാണ്. രാത്രി ആയാലും നമ്മളിങ്ങനെ ഇരുന്ന് വിയർത്തോണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ, ലവ് യു ആൾ.